സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ കൃഷ്ണനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് കണ്ട് കൺമണി ആകെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ മാനസ അത്ര നല്ലവളല്ലെന്നും നല്ല ഉദ്ദേശത്തോടെയല്ല അവൾ കൃഷ്ണനോട് സ്നേഹം കാണിക്കുന്നത് എന്നും അവൾക്കറിയാലോ. പക്ഷെ മാനസ കാണിക്കുന്ന കൃഷ്ണന്റെ അടുത്തുള്ള ഈ കപട സ്നേഹം തുറന്നു കാണിക്കാനും മാനസയെ തടയാനും അങ്ങനെ കൃഷ്ണനെ രക്ഷപ്പെടുത്താനും തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് കേട്ടോ കൺമണിയുടെ സങ്കടം. പിന്നീട് മാനസ കൺമണിയെ വിളിച്ചിട്ട് കൃഷ്ണൻ ഇത്ര നേരം നന്നായിട്ട് നോക്കിയതിന് പ്രതിഫലം തരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എന്നും അതൊക്കെ എൻ്റെ കടമയാണെന്നും ഈ കുടുംബത്തിനോട് ഞാൻ എന്ത് ചെയ്താലും അതൊന്നും എത്രയായാലും അധികമൊന്നും അല്ല എന്നും കൺമണി പറയുന്നുണ്ട്. പെട്ടെന്ന് കടമയും കടപ്പാടും ഒക്കെ നോക്കിയാൽ മുന്നോട്ട് ജീവിക്കാനൊന്നും പറ്റില്ല എന്നും കൺമണി പ്രതിഫലം വാങ്ങിയേ പറ്റൂ എന്നൊക്കെയും മാനസ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മി ശ്രീനിയോട് വന്നിട്ട് ശ്രീനിയോട് തനിക്ക് തരാനുള്ള കാശ് മടക്കി തരാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ. കാശില്ലാത്ത സർജറി ഇങ്ങനെ നടത്തുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കെട്ടായി അടുക്കി വെച്ചിരിക്കുകയാണ് കാശ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിച്ച് പുച്ഛിച്ച് തുപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് ധനലക്ഷ്മി. മാനസയുടെ പറച്ചിൽ കേട്ടപ്പോൾ കൺമണിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ഇതിനു വേണ്ടിയാണോ ചെയ്തതെന്നാണോ മാഡം പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മാനസയാണെങ്കിൽ കൺമണിയെ നിർബന്ധിച്ച് കാശ് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അത് കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ കൺമണി അങ്ങനെ ചോദിക്കുന്നത്. മനോജ് ആണെങ്കിൽ ധനലക്ഷ്മി ശ്രീനിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മനോജ് അവർക്കരികിലേക്ക് വരുന്നുണ്ട്. പിന്നീട് സങ്കടപ്പെട്ട് കൺമണി കൃഷ്ണകൃപയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വീടിൻ്റെ മുറ്റത്ത് നിന്ന് ആകെ സങ്കടപ്പെട്ട് വീടിനെ തിരിഞ്ഞു നോക്കുകയാണ്. താൻ ഇവിടെ ഒന്നും അല്ലാതായി പോയല്ലോ എന്നുള്ള സങ്കടമൊക്കെ അവൾക്കുണ്ട് കേട്ടോ. ആകെപ്പാടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു പേടിയും കൺമണിക്കുണ്ട്. ഇതേ സമയം ശ്രീനിവാസൻ കൺമണിയെ വിളിച്ച് വരുണിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. നാട്ടുമര്യാദകൾ നമ്മൾ പാലിച്ചേ പറ്റൂ എന്നും പറയുന്നുണ്ട്. വരുണിൻ്റെ അടുത്ത് കൺമണി വന്ന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൺമണിയെ കണ്ട ദേഷ്യത്തിൽ പല്ലെറിമി മുഖം തിരിക്കുകയാണ് കേട്ടോ വരുൺ. പെട്ടെന്ന് വേദന എടുത്ത് പുളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സൂപ്പർ കൺമണിയുടെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്